മൈതാനത്തിന്റെ പ്രത്യേകത. ഇന്ന് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മളെ നാട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബദറെല്ലാം കാണും. നാട്ടില് ബദറിന്റെ വലിയ കൗജിയെല്ലാം കാണും. ഇവിടെ നിങ്ങൾ 15 ഇവിടെ വന്ന മതി, ഒരു ബഹളം ഇല്ല. ഇവിടെ പതിവ് പോലെ ബദർ കഴിഞ്ഞു. നമ്മുടെ നാട്ടിലാണ് ബദരീങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് എന്തെല്ലോ ആക്കുന്ന ആൾക്കാർ. ബദരീങ്ങളെ സ്നേഹിക്കണം. ബദരീങ്ങളെ സ്നേഹിക്കാണ്ട് ആർക്കും സ്വർഗത്തിൽ കിടക്കാനൊന്നും പറ്റൂല. ബദരീങ്ങൾ നമ്മുടെ നേതാക്കന്മാരാണ്. ഞാനും നിങ്ങളും ഇന്ന് മുസ്ലിം എന്ന അഡ്രസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാൻ ഒരു ബലം തന്നത് ആരറിയോ? അന്ന് ഈ 300 ചില്ലാൻ ആൾക്കാർ ഇവരോട് ഏറ്റുമുട്ടിയതുകൊണ്ടാണ്. അവരെങ്ങാൻ അന്ന് പിന്മാറി പോയിനെങ്കിണ്ടല്ലോ ഇസ്ലാം ലോകത്തുനിന്ന് തുടച്ചു നീക്കപ്പെടും. പിന്നെ ഇസ്ലാമില്ല. അവരന്ന് ജീവൻ കൊടുത്തിട്ടാണ് ഞാനും നിങ്ങൾ ഇന്നലെ മുസ്ലിമായിട്ട് നിൽക്കുന്നത്. പിന്നെ നമുക്ക് അവരെ സ്നേഹിക്കാണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ നേതാക്കന്മാരാണ്. സ്വർഗത്തിൽ നമുക്ക് മുന്നേ പോയവരാണ്. സ്വർഗത്തിൽ എങ്ങനെ പോകണമെന്ന് നമുക്ക് കാട്ടിത്തന്നവരാണ് ബദരീങ്ങൾ. നമുക്ക് അവരോടുള്ള മഹബത്ത്, റസൂല പറഞ്ഞു അവരെ ചീത്ത പറഞ്ഞ നരകത്ത് പോന്നു. ബദരീങ്ങളോട് അല്ല പറഞ്ഞു, നിങ്ങളേന് മരിക്കോളം വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കലാണ്. ബദരീങ്ങൾ എത്രയോ കൊല്ലം ജീവിച്ചിന് യുദ്ധത്തിൽ പങ്കെടുത്ത ബാക്കിയുള്ള ആള്. അവരോട് പറഞ്ഞെന്തറിയോ? ശിഷ്ടകാല ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കല. കാരണം നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തു, ബദറിൽ പങ്കെടുത്തു. അതുകൊണ്ട് അള്ളാഹ് അങ്ങനത്തെ ഒരു സ്ഥാനം കൊടുത്തില്ല. അവരെന്നെ നേതാക്കന്മാർ. പക്ഷെ അവരെ സ്നേഹിക്കേണ്ട എങ്ങനെ അറിയോ? യുദ്ധം നടന്ന ദിവസം പത്തിരി നെയ്ച്ചോറുണ്ടാക്കിയിട്ടൊന്നും അങ്ങനെയൊന്നും സഹിക്കാൻ പറ്റില്ല. അതെല്ലാം ആർക്കും കഴിയും. പത്തിരി നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും കഴിയാത്ത. അങ്ങനെയല്ല മഹബത്ത് എങ്ങനെ അറിയോ? ഇവിടെ രക്തം ചീന്തിയ 14 ആളുകള് അവര് ഒരു ആദർശത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ഒരു ആദർശം. അവരെ നമുക്കൊരു ആദർശം കാണിച്ചെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പാതിരാത്രി പോലെ അങ്ങനെ വിളിക്കണം എന്നാണ്. അങ്ങനെ വിളിക്കാൻ നമുക്ക് ചെയ്യണം. അതാണ് ബദരീങ്ങളോടുള്ള മഹബത്ത്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ അള്ളാന്ന് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ബദരീങ്ങളോട് മഹബത്തില്ല. ബദരീങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലൊക്കെ കാണിച്ചതാ ഇങ്ങനെ ആകാശത്തേക്ക് കൈയുയർത്തി ദ്വാരക്കാനാണ്. അതുണ്ടാ എനിക്ക് ബദരീങ്ങളോട് മഹബത്തുണ്ട്. ബദരീങ്ങളുടെ പാതയിൽ നീണ്ട്. ബദരീങ്ങളെ സ്വർഗത്തിൽ നിനക്ക് അയൽവാസിയായിട്ട് കിട്ടും. നമുക്കത് കിട്ടണം. നമ്മൾ അങ്ങനെ മഹബത്താക്കണം. അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് മഹബത്ത് നമുക്കില്ല. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി. എന്റെ എനിക്ക് ഉപ്പുണ്ട്, നമുക്ക് വാപ്പമാരുണ്ട്. വാപ്പാനോടുള്ള മഹബത്ത് എന്താണ്? വാപ്പ പറഞ്ഞത് അനുസരിക്കലാണ് ഒരു ബാപ്പാനോടുള്ള മഹബത്ത്. ഒരു മോനുണ്ട്, ബാപ്പ എന്ത് പറഞ്ഞ അനുസരിക്കല. ബാപ്പാക്ക് എപ്പ് എതിര് ചെയ്യും. പക്ഷേ അവന് ബാപ്പ മരിച്ചെന്ന് കറക്റ്റ് ആ ഡേറ്റ് നോക്കിയിട്ട് അവന്റെ ചങ്ങായിമാർക്കെല്ലാം എന്തെങ്കിലും ബിരിയാണി വാങ്ങിയിട്ട് കൊടുക്കും. ബാപ്പ മരിച്ചെന്ന് ആ ഡേറ്റ് നോക്കിയിട്ട് ചങ്ങായിമാർക്കെല്ലാം ബിരിയാണി വാങ്ങിക്കൊടുക്കും. ആ മോന് ബാപ്പാനെ സ്നേഹിക്കുന്ന മോനെന്ന് നമ്മൾ ആരെങ്കിലും പറയും? ജീവിതകാലത്ത് ബാപ്പ പറഞ്ഞത് ഒന്നും എടുത്തിട്ടില്ല. എപ്പം ബാപ്പാനെ കണ്ണുനീര് കുടിപ്പിച്ചതേ ഉള്ളൂ. പക്ഷെ മരിച്ചിട്ട് നമ്മൾ കറക്റ്റ് ബാപ്പ മരിച്ച ദിവസം നോക്കിയിട്ട് 10 ആൾക്ക് ബിരിയാണി വാങ്ങിയിട്ട് കൊടുക്കും. അവന് ബാപ്പാനെ സ്നേഹിക്കുന്ന മോന അല്ല. ബാപ്പാനെ സ്നേഹിക്കല് ബാപ്പ ഹയാത്തുള്ള കാലത്ത് ബാപ്പ പറഞ്ഞത് കേൾക്കണം. അതാണ് ബാപ്പാനോടുള്ള സ്നേഹം. റസൂലുള്ളാഹിനോടുള്ള സ്നേഹവും ബദരീങ്ങളോടുള്ള സ്നേഹവും അവർ കാട്ടിത്തന്നൊരു ലൈഫ് സ്റ്റൈലുണ്ട്. അതിനമ്മ ക്യാച്ചാക്കണം, അതിനമ്മ ഫോളോ അപ്പ് ആക്കണം. ഇവിടെ 14 ആളുകൾ കുടുംബ പ്രശ്നത്തിന് തമ്മിൽ തല്ലിയതല്ല, സ്വത്ത് തർക്കത്തിന് തമ്മിൽ തല്ലിയതല്ല, വേറെന്തെങ്കിലും പ്രശ്നമല്ല. ഒരു പ്രശ്നം എന്താ അറിയോ? ഒരു ടീം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞെങ്കിൽ ആകാശത്തേക്കല്ലാണ്ട് കൈ ഉയർത്തി ദ്വാരക്കാൻ പാടില്ല. വേറെ ആരോട് ദ്വാരുന്നോടാണ്. മറുഭാഗത്ത് ഇപ്പുറത്തുള്ളവർ പറയുന്നത് അങ്ങനല്ല, അള്ളഹാനോട് ദ്വാരക്കാം, ഇബ്രാഹിം നബീനോട് ദ്വാരക്കാം. അല്ല, പാടില്ല. അതിന്റെ പേരിലാണ് യുദ്ധം നടന്നത്. ഈ ആദർശത്തിന്റെ പേരിലാണ്. ഇതൊരു ആദർശ യുദ്ധമാണ്. നമ്മൾ ആരുടെ കൂടെ? ബദരീങ്ങൾ കാട്ടിത്തന്ന അള്ളാന്ന് വിളിക്കുന്ന ടീമിന്റെ കൂടെയാണോ? അല്ല, ഇവിടെ ബദരീങ്ങളെ കൊല്ലാൻ വന്ന അബൂജഹലിന്റെ കൂടെയാണോ? ഏത് ആദർശമാണ് നമ്മുടേത് എന്ന് നമ്മൾ അന്ന് ആലോചിച്ചാൽ മതി. ഞാൻ എന്റെ റസൂല്, എന്റെ നേതാക്കന്മാരായ ബദരീങ്ങളുടെ കൂടെയാണ്. എന്ത് പ്രതിസന്ധി വന്നെങ്കിലും അള്ളാന്നല്ലാണ്ട്